പാതിവില തട്ടിപ്പ് ഇരകൾക്ക് നിയമസഹായത്തിനുള്ള ഹെൽപ്പ് ഡെസ്കുമായി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി. ഡിസിസിയുടെ നേതൃത്വത്തിൽ നടന്ന നിയമസഹായ ക്യാമ്പിൽ 250 പേർ പങ്കെടുത്തു. തട്ടിപ്പുകാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ യോഗത്തിൽ തീരുമാനിച്ചു. തട്ടിപ്പിനിരയായവർക്ക് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നൽകിയ നിയമസഹായ ഹെൽപ്പ് ഡെസ്കിൽ പങ്കെടുത്തവരാണ് തട്ടിപ്പുകാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. സീഡ് സൊസൈറ്റി പ്രൊമോട്ടർമാർക്കെതിരെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിനാലാണ് കോടതിയെ സമീപിക്കുന്നതെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. ഡിസിസിയുടെ നേതൃത്വത്തിൽ നടന്ന നിയമസഹായ ക്യാമ്പിൽ 250 പേർ പങ്കെടുത്തു. ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ, അഭിഭാഷകരായ സോന ജയരാമൻ, ആശാ വിശ്വൻ, പ്രീത, കെ ശശീന്ദ്രൻ, ജെ ഷാജഹാൻ, അബ്ദുൾ വാജിദ് എന്നിവർ പരാതികൾ സ്വീകരിച്ചു. ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ടി ഒ മോഹനൻ, വി പി അബ്ദുൾ റഷീദ്, ടി ജയകൃഷ്ണൻ, മനോജ് കൂവേരി, കായക്കുഴി രാഹുൽ, ശ്രീജ മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. CPM പ്രാദേശിക നേതാവ് അമ്പൻ മോഹനനാണ് തട്ടിപ്പ് സംഘത്തിന് ജില്ലയിൽ സഹായങ്ങൾ നൽകിയതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. തട്ടിപ്പിനിരയായവർക്ക് കോടതിയെ സമീപിക്കാനുള്ള ചെലവ് ഡിസിസി വഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നമ്മുടെ മുമ്പിൽ വേറെ താല്പര്യങ്ങളില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണോ ഇന്നലെ പറഞ്ഞത് സംബന്ധിച്ചാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വേറെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കെതിരെയുള്ള ഒരു പരാമർശത്തിനും ഞങ്ങളുടെ ഇവിടെ ഇല്ല. ഞങ്ങളുടെ ലക്ഷ്യം അതല്ല, പറഞ്ഞിട്ടുമില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചത് എന്താണോ ആ കാര്യം, അതായത് നിയമസഹായം അതിനു വേണ്ടിയിട്ടാണ് ഉള്ളത്. അത് ആരാണ് കൊടുക്കുന്നത്? ഞങ്ങളാണ് കൊടുക്കുന്നത്. അതിലാർക്കാ സംശയമുള്ളത്? അങ്ങനെ സംശയമുള്ളവരുടെ ആ സംശയ ദൂരീകരണം നടത്താൻ ഞങ്ങളുടെ മുമ്പിൽ ലക്ഷ്യമാക്കാൻ വളരെ വ്യക്തമായിട്ട് ഓരോ ആളുകൾക്കും, ഇരകൾക്ക്, അല്ലെങ്കിൽ ഈ പറ്റിക്കപ്പെട്ട ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്കുള്ള നിയമസഹായമാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ പോലും ഇപ്പോൾ ഇവിടുന്ന് സംഗതി കൊടുത്താൽ ഞങ്ങളത് മാറി നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ അഭിഭാഷകരുടെ ഇരുത്ത് കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് പറയാം. അത് നന്നായിട്ട് പറയാൻ പറ്റുന്നവർക്ക് ഇവിടെ വേദിയിൽ വന്നിട്ട് അത് പറയാം. അത് പറ്റാവുന്ന കുറിച്ചെടുക്കാം. അല്ലാത്ത നിങ്ങളുടെ അടുത്തേക്ക് ഓരോ ആളുകൾക്കും അവർക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും പറയാൻ നടക്കില്ലല്ലോ. അത് നിങ്ങൾക്ക് അതിനുള്ള ആവശ്യമായ പേപ്പർ ഉൾപ്പെടെ നിങ്ങൾ കുറിച്ചെടുക്കുക. അത് ക്രോഡീകരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട സംവിധാനത്തിന് മുമ്പിലേക്ക് വിഷയം എത്തിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് പരാതി സെപ്പറേറ്റ് തയ്യാറാക്കണം. അതിനും ഈ ഇവിടെ മാത്രമല്ല, ഇത് ഇവിടെ ഇവരിരിക്കുന്ന ആളുകളുടെ അഡ്രസ് ഉൾപ്പെടെ, ഫോൺ നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് തരും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭാവിയിൽ അങ്ങോട്ട് ചെയ്യാൻ ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ചിലവൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ലാത്തവ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ മീറ്റിംഗ് നിയന്ത്രിക്കാൻ ഇവിടെ ആളുണ്ട്.